Hello friends, welcome to SAT, Centers Institution Center Madathamadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit centersinstitution.blogspot.in. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദീസ് വീഡിയോസ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് നെയിമിംഗ് ആൻഡ് ഐസോമെറിസം, ഓർഗാനിക് കെമിസ്ട്രി പാർട്ട് 4, IUPAC നെയിമിംഗ് ഓഫ് ബ്രാഞ്ച്ഡ് ആൽക്കെയിൻസ്. എന്താണ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്ട്രേറ്റ് ചെയിൻ ആൽക്കെയിൻസ് ജസ്റ്റ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ വിത്ത് സിംഗിൾ ബോൺസ് ആർ നൗ ഈസി ടു നെയിമിംഗ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല? C4H10. ഇവിടെ 1 2 3 4 കാർബൺ ഉണ്ട്, H10 ഉണ്ട്, 4 വന്നു കഴിഞ്ഞാൽ ബ്യൂട്ട് അല്ലേ? അതെന്താണ്? സിംഗിൾ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ്? AN. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഇതെങ്ങനെ എഴുതുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, അപ്പോൾ പ്ലീസ് വിസിറ്റ് പ്രീവിയസ് പാർട്ട് 1, 2, 3 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, പിന്നെ അതെങ്ങനെ പേര് എഴുതുക? 1 2 3 4 4 കാർബൺ വന്നുകൊണ്ട് ബ്യൂട്ട്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് എന്ത്? പ്രൈമറി സഫിക്സ് AN ആഡ് ചെയ്തു. സോ ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഇസ് ബ്യൂട്ടേൻ. ഓക്കെ, but how do we deal with the branches? Suppose this question, ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് കിട്ടിയ എത്രയായിരുന്നു? നേരത്തെ നമുക്ക് C4H10 അല്ലേ? ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് കാർബൺ എണ്ണി നോക്കൂ. 1 2 3 4. യെസ്, C4. H നോക്കാം. 1 2 3 4 5 6 7 8 9 10. H10. പക്ഷെ നേരത്തെ കണ്ട പോലെയാണോ ഇതിരിക്കുന്നത്? അല്ല. രണ്ടുപേരുടെയും ഫോർമുല എന്താണ്? സെയിം ആണ്. ഇങ്ങനെയുള്ളവരാണ് ഐസോമേഴ്സ് നമ്മൾ പഠിക്കുക, അവന് പിന്നീട് പഠിക്കും. പക്ഷെ ഇതെങ്ങനെ പേരിടും? നമുക്ക് ഇത് മാത്രം തന്നിരുന്ന് നമുക്ക് അറിയാൻ പറ്റുമോ ഇതെങ്ങനെ ഇരിക്കുന്നത്, സ്ട്രക്ചർ എങ്ങനെയാണ്? ഇല്ല. അപ്പോൾ ഇവർ തമ്മിൽ വേർതിരിച്ചറിയണമെങ്കിൽ എന്താണ്? അവർക്ക് എന്താണ്? സെപ്പറേറ്റ് പേര് വേണം അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയാണ് നമ്മളിതിനെ പേരിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഒരാൾ ബ്രാഞ്ച് ആയിട്ട് എടുക്കുക. അതായത് ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ നമ്മൾ കണ്ടെത്തുക. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നീളം കൂടിയ കാർബൺ ചെയിൻ ഇതാണ്. ഓക്കെ, അതിൽ നിന്ന് ബ്രാഞ്ച് ആയിട്ടാണ് ഈ കാർബൺ വന്നേക്കുന്നത്. എന്താ ക്ലിയർ? അല്ല, ചിലർക്ക് ചിലപ്പോൾ ഇങ്ങനെ എടുക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ എടുത്തോളൂ, ഉണ്ടോ? അപ്പോൾ അതിൻ്റെ ഈ ഒരു വലിയ ചെയിനിൻ്റെ ബ്രാഞ്ച് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ടോ? എനിവേ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ നിങ്ങൾ എടുക്കുന്ന ആ ചെയിൻ എന്താണ്? കണ്ടിന്യൂസ് ആയിരിക്കണം. തുടർച്ചയായിട്ടുള്ള ഏറ്റവും വലിയ ചെയിൻ എടുക്കുക. ഓക്കെ, തുടർച്ചയുണ്ടാവണം, മുറിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ചെയിൻ സെലക്ട് ചെയ്യുക. അതിനോട് എന്താണ്? ബ്രാഞ്ചായിട്ട് മറ്റൊരു എന്താണ്? കാർബൺ കിടപ്പുണ്ടാവും. അത് ഒന്ന് ചിലപ്പോൾ ഒരെണ്ണം, ചിലപ്പോൾ രണ്ടെണ്ണം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കിടപ്പുണ്ടാവും. എനിവേ, ബ്രാഞ്ച് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നെയിമിങ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഇത്തിരി സ്ട്രക്ചർ വൈസായി കിടക്കണം. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചുരുക്കി എഴുതാം. ചുരുക്കി എഴുതുമ്പോൾ ഇതിങ്ങനെ വരും: CH3 CH2 സോറി CH3 ആൻഡ് ഹിയർ CH3. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെലക്ട് ദ ലോങ്ങസ്റ്റ് ചെയിൻ. നമ്മൾ നീളം കൂടിയ ചെയിൻ കണ്ടെത്തുക. അപ്പോൾ ഞാനിങ്ങനെ എടുത്തു ഇത്. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഇടണം. നമ്പർ ഞാനിവിടെ നമ്പർ ഇട്ടു 1 2 3. ഓക്കെ, ദാറ്റ് ഈസ് 1 2 3. ഇനി എത്ര ഉണ്ട് ഈ ചെയിൻ? ലോങ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. അപ്പോൾ റൂട്ട് നെയിം, 3 കാർബൺ ഉണ്ടെങ്കിൽ റൂട്ട് നെയിം പ്രൊപ്പ്. എന്താണ്? പ്രൊപ്പ്. ഓക്കെ, ഇനി പ്രൈമറി സഫിക്സ്, അതായത് റൂട്ട് നെയിമിന് ശേഷം എഴുതേണ്ടത് കാർബൺ തമ്മിലുള്ള ബോണ്ട് നോക്കിയിട്ടാണ് നമ്മൾ അത് എഴുതുക. കാർബൺ തമ്മിലുള്ള ബോണ്ട് എന്താണ്? സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ ANE. ഓക്കെ, ഇനി ഇവിടെ വന്നിരിക്കുന്ന ബ്രാഞ്ചിനെ നമുക്ക് പേരിടണം. ഈ ബ്രാഞ്ചിൻ്റെ പേര് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചായിരുന്നു അല്ലേ? എന്താണ് ഇതിൻ്റെ പേര്? ഇതിൻ്റെ പേര് മീഥൈൽ. എന്താണ്? മീഥൈൽ. അതെങ്ങനെ കിട്ടി? CH4 വന്നാൽ മീഥേൻ ആണ്. അപ്പോൾ ഒരു H കുറയുമ്പോൾ നമ്മളവിടെ ANE മാറ്റി YL ചേർക്കും, മീഥൈൽ. ഈ മീഥൈൽ ഈഥൈലൊക്കെ വന്നു കഴിഞ്ഞാൽ റൂട്ട് നെയിമിന് മുന്നിലാണ് അത് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ എഴുതി മീഥൈൽ. ഓക്കെ, മീഥൈൽ. ക്ലിയർ? ഇനി മീഥൈൽ എത്രാമത്തെ കാർബണിലാണ് കിടക്കുന്നത് നോക്കി. ഇവിടെ നമ്മൾ 1 2 3 ഇങ്ങനെ നമ്പർ കിട്ടും അല്ലേ? മീഥൈൽ കിടക്കുന്ന എത്രാമത്തെ കാർബണിലാണ്? 2ാമത്തെ കാർബണിൽ. അപ്പോൾ ആ കാർബണിൻ്റെ പൊസിഷൻ നമ്മൾ പറയണം. ഉണ്ടോ?
ഇത് എന്ത് മനസ്സിലായി? 2 മീഥൈൽ പ്രൊപ്പൈൻ, അതായത് പ്രൊപ്പൈനിന്റെ അകത്ത് രണ്ടാമത്തെ കാർബണിൽ ആര് കിടക്കുന്നു? മീഥൈൽ കിടക്കുന്നു. സോ ദിസ് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്, 2 മീഥൈൽ പ്രൊപ്പൈൻ. ഇവിടെ നമ്മൾ നെയിമിംഗ് ചെയ്യാൻ എന്തൊക്കെ ചെയ്തു? നമ്മൾ ഏറ്റവും നീളം കൂടിയ ചെയിൻ കണ്ടെത്തി, എന്നിട്ട് അതിന് നമ്പർ ഇട്ടു 1 2 3. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ നമ്പറിൽ കിടക്കുന്ന ബ്രാഞ്ചിന് ഒരു വട്ടമിട്ടുണ്ട്, അതിന്റെ പേര് കണ്ടുപിടിച്ചു, അതാണ് മീഥൈൽ. അങ്ങനെ വരുന്ന മീഥൈൽ ഇതിലൊക്കെ വേർഡ് റൂട്ടിന് മുന്നിലാണ് ചേർക്കേണ്ടത്. വേർഡ് റൂട്ട് എങ്ങനെ കണ്ടെത്താൻ പറ്റും? നമ്മൾ സെലക്ട് ചെയ്ത ചെയിനിലെ കാർബണിന്റെ എണ്ണമാണ് വേർഡ് റൂട്ട്. ഇപ്പോൾ ഇവിടെ ഏറ്റവും നീളം കൂടിയ കാർബൺ 3, വേർഡ് റൂട്ട് എന്താണ്? പ്രൊപ്പ്. ഇനി കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ വേർഡ് റൂട്ടിന് ശേഷം എന്ത് ചേർത്തു? AN ചേർത്തു. അപ്പോൾ നമ്മൾ വേർഡ് റൂട്ട് എഴുതി ഒരു സഫിക്സ് എഴുതി, പ്രൈമറി സഫിക്സ്. ഓക്കെ, ഇനി മീഥൈൽ ഒരു പ്രിഫിക്സ് ആണ്, അതായത് വേർഡ് റൂട്ടിന് മുന്നിൽ എഴുതുന്നതാണ്. നമ്മൾ മുന്നിൽ എഴുതി, ചുമ്മാ എഴുതിയാൽ പോരാ, മീഥൈൽ ഏത് കാർബണിലാണ് കിടക്കണമെന്നും കൂടി സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ 2 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എന്താണ് എൻ്റെ പേര്? എന്തായിരുന്നു? 2 മീഥൈൽ പ്രൊപ്പൈൻ. സോ നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ് നോക്കാം. ഐഡന്റിഫൈ ദ ലോങ്സ്റ്റ് അൺബ്രാഞ്ച്ഡ് ചെയിൻ ഓഫ് കാർബൺ. നമ്മൾ ആദ്യം നീളം കൂടിയ ചെയിൻ കണ്ടെത്തി. നെയിം ഇസ് ആസ് നോർമൽ, നമ്മൾ അതിന് പേരിട്ടു പ്രൊപ്പൈൻ. ദെൻ ഐഡന്റിഫൈ ദ ബ്രാഞ്ച്, നമ്മൾ ബ്രാഞ്ച് കണ്ടെത്തി, മീഥൈൽ. നെയിം ഇറ്റ് ബട്ട് ഗീവ് ഇറ്റ് YL സഫിക്സ്, മീഥൈൽ. ഓക്കെ, മീഥൈലിന് പകരം ഒരു ഹൈഡ്രജൻ കുറഞ്ഞപ്പോൾ നമ്മൾ YL ചേർത്തു. പുട്ട് ദ നെയിം ഓഫ് ഓൾ ബ്രാഞ്ചസ് ഫസ്റ്റ്, ദെൻ പുട്ട് നെയിം ഓഫ് ലോങ്സ്റ്റ് ചെയിൻ. നമ്മൾ ബ്രാഞ്ചസിന്റെ പേരാണ് ആദ്യം പറയുക, അതിൻ്റെയാണ് ലോങ്സ്റ്റ് ചെയിൻ വന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ പറഞ്ഞ റൂൾ അനുസരിച്ചാണെങ്കിൽ ഫസ്റ്റ് സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ. ഓക്കെ, നമ്മളൊക്കെ സെലക്ട് ചെയ്തു. ദെൻ നമ്പർ ഇടാം, നമ്പർ ഇവിടെ നിന്ന് ഇടാം, അപ്പുറത്തുനിന്ന് ഇടാം. ഓക്കെ, എവിടെ നിന്നിട്ടാലും ഈ ബ്രാഞ്ച് ചെയിനിൽ ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ വേണം ഇടാൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്പർ ഇട്ടു. ദെൻ എന്താണ് ഇതിൻ്റെ പേര്? പിന്നെന്താണ് ബ്രാഞ്ചിൻ്റെ പേര് നമ്മൾ മനസ്സിലാക്കണം. ബ്രാഞ്ചിൻ്റെ പേര് എന്താണ്? മീഥൈൽ. ഓക്കെ, ദെൻ ഏറ്റവും കൂടുതൽ കാർബൺ 3 ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ വേർഡ് റൂട്ട് മനസ്സിലാക്കണം, അതെന്താണ്? പ്രൊപ്പർ. ഓക്കെ, ദെൻ എന്താണ്? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ്, അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ANE. ഓക്കെ, ഇനി ഇത് എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്? 2ാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ പേര് എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ വേർഡ് റൂട്ട് എഴുതുക. ഓക്കെ, പ്രൊപ്പ്. അതിനുശേഷം നിങ്ങൾ ബോണ്ട് നോക്കിയിട്ട് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ AN ചേർക്കുക, ഡബിൾ ബോണ്ട് ആണെങ്കിൽ EN ചേർക്കുക. അപ്പോൾ AN. അതിനുശേഷം നിങ്ങൾ ബ്രാഞ്ചിൻ്റെ പേര് എഴുതുക, മീഥൈൽ. അതെവിടെയാണ്? വേർഡ് റൂട്ടിന് മുന്നിൽ, മീഥൈൽ. ഓക്കെ, ഇനി ബ്രാഞ്ചിൻ്റെ പൊസിഷൻ പറയണം, ബ്രാഞ്ചിൻ്റെ പൊസിഷൻ 2. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ IUPAC നെയിം എഴുതി പോകുന്നത്. ഓക്കെ, നമുക്ക് വേറെ എക്സാമ്പിളൊക്കെ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് കേസ് ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ പേര് എഴുതുക? നമുക്കിവിടെ 1 2 3 4 5 ഇങ്ങനെ നമ്പർ ഇടാം, അല്ലെങ്കിൽ 1 2 3 4 5. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം അല്ലേ? അപ്പം ഇതാണ് ബ്രാഞ്ചായിട്ട് വരിക. ക്ലിയർ? അപ്പോൾ ഈ ബ്രാഞ്ചിന് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇടുകയാണെങ്കിൽ ബ്രാഞ്ചിൻ്റെ നമ്പർ എത്രയാണ്? 4. നമ്മൾ റൈറ്റിൽ നിന്ന് നമ്പർ ഇടുകയാണെങ്കിൽ ബ്രാഞ്ചിൻ്റെ നമ്പർ എത്രയാണ്? 2. ഈ കാർബൺ, ഈ ബ്ലൂ കളറിൽ കാണുന്ന കാർബൺ 2 ആയിട്ട് വരും. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട് നമ്പർ ഇടാൻ, ലെഫ്റ്റിൽ നിന്ന് ഇടാം, റൈറ്റിൽ നിന്ന് ഇടാം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കുറവ് സംഖ്യ വരുന്ന രീതിയിൽ നമ്മൾ നമ്പർ ഇടണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് ഇട്ടാലാണ് ശരിയാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് ഇട്ടാൽ മതി? ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇട്ടാൽ മതി. എന്താണ് നമ്മുടെ റൂള്? നമ്മൾ നമ്പർ ഇടുമ്പോൾ ഏറ്റവും കുറവ് നമ്പർ ആർക്ക് വേണം? ബ്രാഞ്ചിന് വേണം. ആ രീതിയിൽ നമ്പർ ഇടണം. ഓക്കെ, ഇവിടെ ഞാൻ എന്താണ് ഇത് സെലക്ട് ചെയ്തപ്പോൾ 5 കാർബൺ വന്നാൽ എന്താണ് റൂട്ട് നെയിം? പെൻറ്റ്. എന്താണ്? പെൻറ്റ്. കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ക്ലിയർ? ബ്രാഞ്ചിന്റെ പേര് എന്താണ്? മീഥൈൽ. ഓക്കെ, അപ്പോൾ ഞാൻ മീഥൈൽ ഫ്രണ്ടിൽ എഴുതി, മീഥൈൽ. ഓക്കെ, ഇനിയോ മീഥൈലിന്റെ പൊസിഷൻ 2. 2. സോ ദ ആൻസർ ഈസ് 2 മീഥൈൽ പെൻറ്റേൻ അല്ലേ? അനദർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ നോക്കാം. നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്യണം 1 2 3 4 5. ഇപ്പുറത്ത് നിന്നിട്ട് 1 2 3 4 5. ഇപ്പോൾ എവിടെ നിന്ന് നമ്പർ ഇട്ടാലും 3 പൊസിഷൻ വരും. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണെങ്കിലും ഇടാം. ഓക്കെ, ഇതാണ് ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിൻ്റെ പേരെന്താണ്? മീഥൈൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെ വരും? 5 കാർബൺ ഉള്ളതുകൊണ്ട് പെൻറ്റ്. ഓക്കെ, കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, പെൻറ്റേൻ. മീഥൈലാണ് ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ച് വേർഡ് റൂട്ടിന് മുന്നിൽ എഴുതണം, മീഥൈൽ. ഓക്കെ,
ഇനി മീഥൈലിന്റെ പൊസിഷൻ എത്രാമത്തെ കാർബണിലാണ് മീഥൈൽ കിടക്കുന്നത്? ഈ ലോങ്സ്റ്റ് ചെയിനിലെ മൂന്നാമത്തെ കാർബണിൽ. അപ്പോൾ 3. നമ്മളൊരു സംഖ്യ എഴുതി കഴിഞ്ഞാൽ വേർഡും സംഖ്യ അടുപ്പിച്ചതിൻ്റെ ഇടയിൽ ഒരു ഹൈഫൻ ഇട്ടിരിക്കണം നിർബന്ധമായിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പേര്? 3-methyl pentane. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ബ്രാഞ്ച്. ഇതാണ് ഇവിടുത്തെ ബ്രാഞ്ച്. ഹിയർ ദ മീഥൈൽ ഗ്രൂപ്പ് ഈസ് ഓൺ ദ സെക്കൻഡ് കാർബൺ ഫ്രം ദ എൻഡ്. ഇവിടെ ഹിയർ ഇതിൻ്റെ പേരെന്തായിരുന്നു? 2-methyl pentane, സെക്കൻഡ് കാർബൺ. 2-methyl pentane. ഇവിടെ നമുക്ക് ഹിയർ ദ മീഥൈൽ ഗ്രൂപ്പ് ഈസ് ഓൺ ദ തേർഡ് കാർബൺ ഫ്രം ദ എൻഡ്, മൂന്നാമത്തെ കാർബണിലാണ്. ഓക്കെ, എന്തായിരുന്നു ഇതിൻ്റെ പേര്? 3-methyl pentane. ഉണ്ടോ? ക്ലിയർ? നമുക്ക് ഇതിൻ്റെ പേരിടണം. ഒരു അടുത്ത എക്സസൈസ്. അപ്പോൾ നമുക്ക് ഇതിനെ ഷോർട്ടാക്കി എഴുതാം. CH3 CH2, പിന്നെ ഇവിടെ എന്താണ്? CH ഉള്ളൂ അല്ലേ? CH3, താഴേക്ക് എന്താണ്? CH3. ഓക്കെ, നമുക്കിതിന് നമ്പറിങ് ഇടണം. ഇന്ന് എങ്ങനെയൊക്കെ നമ്പർ ഇടാം? ഏറ്റവും നീളം കൂടിയ ചെയിൻ ആദ്യം കണ്ടെത്തണം. അത് നമുക്കൊന്ന് നോക്കിയാൽ തന്നെ അറിയാം. ഇതാണ് ഏറ്റവും നീളം കൂടിയ ചെയിൻ. ഇല്ല, ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യാനാണ് ഇഷ്ടം. ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ചെയിനിൽ ഏറ്റവും കൂടുതൽ എണ്ണം കാർബൺ വേണം. ഓക്കെ, ഇവിടെ സാറ് സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഈ ബ്രാഞ്ചിന് നമ്പർ ഇടുമ്പോൾ ഏറ്റവും കുറവ് വരുന്ന രീതിയിൽ നമ്പർ ഇടണം. ഏറ്റവും കുറഞ്ഞ നമ്പർ ഇടണം. ഇവിടുന്ന് നമ്പർ ഇട്ടാൽ 1, 2, 3 കിട്ടും. ഇപ്പുറത്തെ നമ്പർ ഇട്ടാൽ 1, 2 കിട്ടും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇടുന്നത് 1, 2, 3, 4. ക്ലിയർ? ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇട്ടു. അപ്പോൾ 4 എനിക്ക് വന്നത് അല്ലേ? ഏറ്റവും അവസാനം, അതായത് ഈ ലോങ്സ്റ്റ് ചെയിനിൽ 4 കാർബൺ ഉണ്ട്. 4 കാർബൺ വന്നാൽ എന്താണ് വേർഡ് റൂട്ട്? ബ്യൂട്ട്. സിംഗിൾ ബോണ്ടാണ്. കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ട് എന്താണ്? ANE. ഇനി ഇവിടെ വന്നേക്കുന്ന ബ്രാഞ്ച് ഉണ്ടോ? ഈ ബ്രാഞ്ച് അത് മീഥൈലാണ്. അപ്പോൾ നമ്മൾ മീഥൈൽ എഴുതി. മീഥൈൽ. ഓക്കെ, ഇത് എത്രാമത്തെ കാർബണിലാണ് വന്നേക്കുന്നത്? രണ്ടാമത്തെ കാർബണിൽ. അപ്പോൾ നമ്മൾ 2-methyl butane. ഓക്കെ, ക്ലിയർ? 2-methyl butane. ഓക്കെ, അനദർ എക്സാമ്പിൾ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5 ലോങ്സ്റ്റ് ചെയിനായിട്ട് നമുക്കിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്ര നേരം വരെ നമ്മൾ നേരെ സെലക്ട് ചെയ്തുകൊണ്ട് ഇനി അത് വേണ്ട, നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. എങ്ങനെ സെലക്ട് ചെയ്താലും 5 എണ്ണം കിട്ടും. 1, 2, 3, 4, 5. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സാറ് സെലക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ ഇവ രണ്ടൊരു ബ്രാഞ്ചായിട്ട് വന്നു അല്ലേ? നമ്മളിതിൻ്റെ ഷോർട്ട് ഫോം എഴുതി കഴിഞ്ഞാൽ CH3 CH2 CH. ഓക്കെ, ദെൻ വീണ്ടും CH2, വീണ്ടും CH3, ഇവിടെ നിന്ന് CH2, പിന്നെ CH3. നമുക്ക് വേണമെങ്കിൽ നേരെ സെലക്ട് ചെയ്യാൻ തന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി. നമ്മൾ കുറേ അതിലേ നേരെ ചെയ്യണേ. നമുക്ക് ഇങ്ങനെ പറഞ്ഞ് സെലക്ട് ചെയ്യാം. ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും ആൾ എന്തായിട്ട് വന്നു? ബ്രാഞ്ചായിട്ട് വന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ പേര് അറിയണം. ഇത് 2 കാർബണാണുള്ളത്. ഇതിൻ്റെ ബ്രാഞ്ചിൻ്റെ പേര് ഈഥായ്. എന്താണ്? ഈഥായ്. ഓക്കെ, ഇവിടെ 5 എണ്ണം ഉണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്പർ ഇടും 1, 2, 3 ഇട്ടാൽ ഈ ബ്രാഞ്ചിൽ എന്ത് നമ്പർ കിട്ടും? 3 കിട്ടും. ഇപ്പുറത്ത് നിന്ന് ഇടുകയാണ് 1, 2, 3, അപ്പോഴും 3 കിട്ടും. അപ്പോൾ എവിടെ വേണമെങ്കിലും ഇടാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഇടാം 1, 2, 3, 4, 5. ഓക്കെ, ഇനി പേര് എഴുതണം. 5 എന്താ ഈ ലോങ്സ്റ്റ് ചെയിനിലെ ഏറ്റവും നീളം കൂടിയ കാർബൺ. അപ്പം 5 വന്നു കഴിഞ്ഞാൽ പെൻറ്റ്. ഓക്കെ, ഇനി കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട്. അപ്പം എന്താണ്? ANE. ഓക്കെ, ഇനി ഏത് ഗ്രൂപ്പാണ് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നത്? ഈഥൈൽ. അപ്പോൾ ഈഥൈൽ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതണം ഈഥൈൽ. ഓക്കെ, ഇനി ഈഥൈൽ എത്രാമത്തെ കാർബണിലാണ്? മൂന്നാമത്തെ കാർബണിലാണ്. അപ്പോൾ നമ്മൾ 3 എന്ന് പറയണം. എന്താണ് ഇതിൻ്റെ പേര്? 3-ethyl pentane. ഓക്കെ, എന്താണ് ഇതിൻ്റെ പേര്? 3-ethyl pentane. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു ഇതൊന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? 1, 2, 3, 4 ഇങ്ങനെ സെലക്ട് ചെയ്യാം അല്ലേ? ക്ലിയർ? അല്ലെങ്കിലോ? അപ്പോൾ അത് മറ്റേ ഇതെന്തായിട്ട് വരും? നമ്മുടെ ബ്രാഞ്ചായിട്ട് വരും. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഇപ്പുറത്ത് സെലക്ട് ചെയ്തിട്ട് ഇതിനെന്താക്കാം? ബ്രാഞ്ചാക്കാം. എനിവേ,
സെലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വിച്ച് വേ യു ഗോ പ്രൊവൈഡഡ് യു കറക്റ്റ്ലി പിക്ക് ദ ലോങ്ങസ്റ്റ് അൺബ്രാഞ്ച്ഡ് ചെയിൻ. ഓക്കെ, നോക്കൂ എന്താണ് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് പറയാൻ പറ്റിയത്? 1 2 3 4 5 5 ഉണ്ട്. അപ്പോൾ എന്താണ്? പെൻഡ്. ഓക്കെ, സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ എന്താണ്? ANE. ക്ലിയർ? ബ്രാഞ്ച് എന്താണ്? മീഥൈൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ മീഥൈൽ എഴുതി. ഓക്കെ, അപ്പോൾ മീഥൈൽ പെൻറ്റേൻ ഉണ്ടായി. ഇനി മീഥൈലിൻ്റെ പൊസിഷൻ പറയണം. ഇവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ 1 2 3 4 നാലാമത്തെ കാർബണിലാണ് വരാം. റൈറ്റിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാർബൺ. അപ്പോൾ നമ്മൾ റൈറ്റിൽ നിന്ന് ഇടാം. അപ്പോൾ 2 മീഥൈൽ പെൻറ്റേൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രാഞ്ച് 2 മീഥൈൽ പെൻറ്റേൻ. ഓക്കെ, അനദർ എക്സാമ്പിൾ. എന്താണ് ഇതിൻ്റെ പേര്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. ഇത് ഒരു ബ്രാഞ്ചാണ്. ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പോൾ ഇതിനകത്ത് നിന്ന് എവിടെ നിന്ന് നമ്പർ ഇട്ടാലും മൂന്നാമത്തെ കാർബണിൽ വരും. ഇത് എത്രയുണ്ട്? 1 2 3 4 5. ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താണ്? പെൻഡ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. മീഥൈൽ വന്നുകൊണ്ട് മീഥൈൽ. ഓക്കെ, ഇവിടെ നമ്മൾ പൊസിഷൻ 3 മീഥൈൽ പെൻറ്റേൻ. ഓക്കെ, ക്ലിയർ? 3 methyl pentane. What is the name of this compound? ഇവിടെ ഫസ്റ്റ് നമ്മുടെ റൂൾ അനുസരിച്ച് ലോങ്ങസ്റ്റ് ചെയിനെ കണ്ടെത്തുക. അപ്പോൾ ഈ ലോങ്ങസ്റ്റ് ചെയിൻ ഇതാണ്. നമ്പർ ഇടാൻ. ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ചിന് ഏറ്റവും കുറവുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാം. ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇടണം. 1 2 3 4 5 6 7. 7 കാർബൺ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഹെപ്റ്റ്. എന്താണ്? ഹെപ്റ്റ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ദെൻ ഈ ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? മീഥൈൽ. അപ്പോൾ നമ്മൾ മീഥൈൽ അതിൻ്റെ മുന്നിൽ എഴുതി, മീഥൈൽ. ഇനി മീഥൈലിൻ്റെ പൊസിഷൻ പറയണത് എത്രയാണ്? 2. സോ 2 methyl heptane. ഓക്കെ, 2 methyl heptane. Clear? What is the name of this compound? ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ്. ഇവിടെ നിന്നാണ് ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടെത്താം. ഇവിടെ നിന്ന് നമ്പർ ഇടുമ്പോൾ 1 2 3 4 5 6 7 8. അപ്പോൾ എവിടെ നിന്ന് നമ്പർ ഇട്ടാലും 4ൽ വരും. അറ്റാച്ച്ഡ് ഗ്രൂപ്പിൻ്റെ പേര് എന്താ? മീഥൈൽ. ഇത് മീഥൈൽ. ഇതിനകത്ത് 8 എണ്ണം വന്നിട്ടുണ്ട്. 8 കാർബൺ വന്നാൽ ഒക്ട്. എന്താണ് വേർഡ് റൂട്ട്? ഒക്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഒക്ടേൻ. അതിൻ്റെ മുന്നിൽ നമ്മൾ എന്താ ചേർക്കണം? മീഥൈൽ ചേർക്കണം. അപ്പോൾ മീഥൈൽ ഒക്ടേൻ. വെറുതെ പറഞ്ഞാൽ പോരെ? അല്ല, എന്താണ് അതിൻ്റെ പൊസിഷനും കൂടി ചേർത്ത് വേണം പറയാൻ, വെറുതെ പറയരുത്. 4 methyl octane. Another example. What is the name of this compound? എന്താണ് ഇതിൻ്റെ പേര്? ഇവിടെ നോക്കൂ, ഇവിടെ ലോങ്ങസ്റ്റ് ചെയിൻ ഇതാണ് അല്ലേ? അല്ല, ഇവിടെ എത്ര ഉണ്ട് നോക്കൂ? 1 2 3 4 5 6. അല്ല, ഒരു കുട്ടിക്ക് അങ്ങനെ സെലക്ട് ചെയ്യാനല്ല ഇഷ്ടം, അവനിഷ്ടം ഇതിങ്ങനെ സെലക്ട് ചെയ്യാനാണ്. സെലക്ട് ചെയ്തോ, നോ പ്രോബ്ലം. ഓക്കെ, പക്ഷെ ബ്രാഞ്ച് ഇതായിട്ട് വരും. ബ്രാഞ്ചിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. അപ്പോൾ ഇവിടെ നമ്പർ ഇടണം 1 2 3 4 5 6. നേരെ നോക്കിയാലും 6 വന്നാൽ ഹെക്സ്. HEX. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഓക്കെ, ഈ ബ്രാഞ്ചിൻ്റെ പേരെന്താണ്? മീഥൈൽ. അപ്പോൾ ഇതിന് മുന്നിൽ മീഥൈൽ എന്ന് ചേർക്കാം, മീഥൈൽ. ഓക്കെ, ഇനി എത്രാമത്തെ പൊസിഷനിലാണ് ഇത് കിടക്കുന്നത്? ഏത് കാർബണിലാണ്? 2. അപ്പോൾ 2 methyl hexane. എന്താണ്? 2 methyl hexane. What happens when there are multiple branches? Multiple branches ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ C, ഇവിടെ ഒരു C, ഇവിടെ ഒരു C. അതായത് ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇത് എന്താണ്? CH3 ആവും. കാരണം എന്താ? ഒരു ബോണ്ടും കൂടെ ബാക്കി 3 ഹൈഡ്രജൻ. ഇവിടെ CH3 ആവും, കാരണം ഒരു ബോണ്ടും കൂടെ ബാക്കി 3 ഹൈഡ്രജൻ. ഇവിടെ 3 ബോണ്ട് ഓൾറെഡി ആയതുകൊണ്ട് ഇനി ഒരു ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെയും അതുപോലെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. ഇത് CH എന്താണ്? 3. ഇത് CH3. ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്താലും, സപ്പോസ് ഇങ്ങനെ സെലക്ട് ചെയ്തു, ഇപ്പോൾ 2 ബ്രാഞ്ച് വരും. ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്. നമ്മൾ അതിനെയാണ് വിളിക്കുന്നത് മൾട്ടിപ്പിൾ ബ്രാഞ്ച്. ഒന്നിലധികം ബ്രാഞ്ചസ് വന്നാൽ നമ്മൾ എങ്ങനെ പേരിടും?
അപ്പോൾ നമ്മൾ നമ്പർ ആദ്യം ഇടാം. ഇവിടുത്തെ നമ്പർ 1 2 3 4. ഇവിടെ നമ്പർ ഇടാം 1 2 3 4. എന്നിട്ട് ഈ രണ്ട് ബ്രാഞ്ചിൻ്റെ നമ്പർ എടുത്ത് എഴുതാം. ലെഫ്റ്റിൽ നിന്ന് എഴുതുമ്പോൾ 2,3. റൈറ്റിൽ നിന്ന് എഴുതുമ്പോഴോ എഴുതുമ്പോഴും 2,3. അപ്പോൾ രണ്ട് സൈഡ് സെയിം ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്താണ് നമ്പർ ഇടാം. മനസ്സിലായോ പറഞ്ഞത്? ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇട്ട് വെക്കുക, റൈറ്റിൽ നിന്ന് നമ്പർ ഇട്ട് വെക്കുക. എന്നിട്ട് ലെഫ്റ്റിൽ നിന്ന് ഈ കാർബൺ ഈ ബ്രാഞ്ച് രണ്ടാമത്തെ കാർബണിൽ, അടുത്ത ബ്രാഞ്ച് മൂന്നാമത്തെ കാർബൺ. അപ്പോൾ 2 3. റൈറ്റിൽ നിന്ന് ഇടുമ്പോഴും അങ്ങനെ തന്നെ വന്നു വിടാം. ഓക്കെ. ഏറ്റവും നീളം കൂടിയ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വേർഡ് റൂട്ട് ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN. ഇവിടെ ബ്രാഞ്ച് വന്നേക്കുന്നത് മീഥൈലാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് കിട്ടും? മീഥൈൽ. ഓക്കെ. ഇത്രയും എഴുതിയാൽ ശരിയാവില്ല, കാരണം 2 മീഥൈലുണ്ട്. 2 ഉണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നിൽ ചേർക്കണം ഡൈ. എന്താണ്? ഡൈമീഥൈൽ ബ്യൂട്ടേൻ. അത്രയും പറഞ്ഞാൽ ശരിയാവുമോ? ശരിയാവില്ല. ഇവരെന്ത് പറയണം? പൊസിഷനും കൂടി നമ്മൾ പറയണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യം നമ്മൾ ബ്യൂട്ട് എഴുതി, ദെൻ ANE, പിന്നെ നമ്മൾ മീഥൈൽ, പിന്നെ 2 മീഥൈൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഡൈ ചേർത്തു. ഇനി ഓരോ മീഥൈലിൻ്റെയും പൊസിഷൻ നമ്മൾ പറയണം. ആദ്യത്തെ മീഥൈൽ രണ്ടാമത്തെ പൊസിഷനിൽ, രണ്ടാമത്തെ മീഥൈൽ മൂന്നാമത്തെ പൊസിഷനിൽ ഉണ്ട്. അപ്പോൾ അത് കോമ ഇട്ട് പറയണം. അതിനുശേഷം ഒരു ഹൈഫൻ ഇടും. ഇതാണ് നമ്മുടെ പേര്. എന്താണ്? 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. ക്ലിയർ? സോ ഇതാണ്. കണ്ടോ, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ എങ്ങനെ അതിന് പേരിടും? ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് കോമ്പൗണ്ട് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഇത് എങ്ങനെ പേരിടും? നമ്മളിവിടെ നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും നീളം കൂടിയ ചെയിൻ അല്ലേ? എത്ര കാർബൺ ഉണ്ട്? 1 2 1 2 3 4 5 6 7 8 വന്നാൽ നമുക്കറിയാം ഒക്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. അത്രയും കിട്ടി. ഇനി ബ്രാഞ്ച് നോക്കുക. ദിസ് ഈസ് മീഥൈൽ ആൻഡ് ദിസ് ഈസ് മീഥൈൽ. മീഥൈൽ വന്നുകൊണ്ട് നമ്മൾ മീഥൈലിന് എഴുതാം. ഓക്കെ. രണ്ടാമതുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൈ. ഇനിയാണ് നമ്മൾ നമ്പറിങ് നോക്കേണ്ടത്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇടുമ്പോൾ 2, പിന്നെ ഇവിടെ വന്നു 6ൽ വന്നു, 2 6ൽ വന്നു. റൈറ്റിൽ നിന്നാണ് നമ്പർ ഇടുകയാണെങ്കിൽ 1 2 3 4 5 6 7. അതായത് 3ലും 7ലും വന്നു. നിങ്ങൾ നോക്കുക, 26 ആണോ 37 ആണോ ഏറ്റവും ചെറുത്? 26 ആണ്. അപ്പോൾ 26 എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റിൽ നിന്ന് നമ്പർ ഇട്ടപ്പോഴാണ്. കണ്ടോ? സോ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ നമ്പർ എഴുതുന്നത്. അതായത് നമ്മൾ ഈ പൊസിഷൻ എഴുതിയതിന് ശേഷം നോക്കുക അതിനകത്ത് ഏറ്റവും ചെറുതാരാണ്? ചെറുത് 26 ആണ്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഇടണം. അപ്പോൾ നമ്മൾ 2 ഡൈമീഥൈൽ എഴുതി ഒക്കെ ശരിയാണ്, പക്ഷെ നമ്പറിങ് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ എവിടെ നിന്ന് ഇടണം? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഓക്കെ. റൈറ്റിൽ രണ്ടാമത്തെ കാർബൺ 2, കോമ, പിന്നെ ഇങ്ങനെ ഒന്നിവിടെ 6ാമത്തെ കാർബൺ 6, എന്നിട്ട് ഒരു ഹൈഫൻ ഇടാം. 2,6 ഡൈമീഥൈൽ ഒക്ടേൻ. ക്ലിയർ? 2,6 ഡൈമീഥൈൽ ഒക്ടേൻ. എന്നോടും പറയാം, നമ്മളിവിടെ എന്താണ് ആദ്യം ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്തി, അതിന് പകരം എന്താണ്? ഒക്ട്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. 2 ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ, ഒരാൾ തന്നെയാണ് മീഥൈൽ. അപ്പോൾ നമ്മൾ മീഥൈൽ. 2 പേരും ഒരാൾ തന്നെയാണ്, അപ്പോൾ 2 വന്നുകൊണ്ട് നമ്മൾ ഡൈ. ഓക്കെ. പിന്നെ നമ്മൾ പൊസിഷൻ ഇട്ടപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ഇട്ടപ്പോൾ 2ാമത്തെ കാർബണിലും 6ാമത്തെ കാർബണിലും വന്നു. അപ്പോൾ 2,6. ക്ലിയർ? ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിൻ്റെ പേര് എന്താണ്? ഓക്കെ. അപ്പോൾ നമുക്ക് പേര്, അപ്പോൾ ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്താം. അപ്പോൾ ഇവിടെ നിന്ന് നമ്പർ ഇട്ട് 1 2 3 4 5 1 2 3 1 2 3 4 5 1 2 3 4 5. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്പർ ഇടാം. ഏറ്റവും എങ്ങനെ ഇട്ടാലും 5 വരെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഉള്ളത് എടുക്കുക. അതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് മീഥൈൽ, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് അഗെയിൻ മീഥൈൽ. പക്ഷെ ഇവിടെയുള്ള ബ്രാഞ്ചോ ദിസ് ഈസ് ഈഥൈൽ. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? 2 കാർബൺ ഉണ്ടെങ്കിൽ ഈഥൈൽ, 1 കാർബൺ ഉണ്ടെങ്കിൽ മീഥൈൽ. ഇവിടെയും മീഥൈൽ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് ചെയിൻ. ഓക്കെ. ഇവിടെ നമ്മൾ നമ്പർ ഇടാൻ പോവുകയാണ് 1 2 3 4 5. ഇങ്ങനെ നമ്പർ ഇടാം, അല്ലെങ്കിൽ 1 2 3 4 5.
ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇടുക, റൈറ്റിൽ നിന്ന്. ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇടുകയാണെങ്കിൽ ഓക്കെ, രണ്ടാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, മൂന്നാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, നാലാമത്തേലുണ്ട്. റൈറ്റിൽ നിന്ന് ഇട്ടാലും അങ്ങനെ, അതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇടാം. ഓക്കെ, ഇനി പേര് എഴുതണം. ഈ ലോങ്സ്റ്റ് ചെയിനിൽ 5 കാർബണാണുള്ളത്, അപ്പോൾ നമ്മൾ പേരെന്ത് എഴുതി? പെൻറ്റ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? ANE. ക്ലിയർ? ഇനി ഇവിടെ നമുക്ക് മീഥേൽ എഴുതാം അല്ലെങ്കിൽ ഈഥേൽ എഴുതാം. അപ്പോൾ എന്ത് എഴുതും എന്നുള്ളത് ഇവിടെ കൺഫ്യൂഷനായി. ഈഥേൽ എഴുതുമോ അതോ മീഥേൽ എഴുതുമോ? അപ്പോൾ ഈഥേലും മീഥേലും 2 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ അക്ഷരം കൊടുക്കുക M. ഇവിടെ എന്താണ്? E. ഇപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതണം. എങ്ങനെ എഴുതണം? ആൽഫബറ്റിക് ഓർഡറിൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? E ആണ്. E കഴിഞ്ഞിട്ടാണ് M വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെയും എഴുതുമ്പോൾ E കഴിഞ്ഞിട്ടേ M വരാൻ പാടുള്ളൂ. അപ്പോൾ പെൻറ്റേന് മുന്നേ ആര് വരണം? മീഥേൽ. മനസ്സിലായോ പറഞ്ഞത്? ഈഥേലുണ്ട്, മീഥേലുണ്ട്. അപ്പോൾ ഈഥേൽ കഴിഞ്ഞിട്ടേ മീഥേൽ വരാൻ പാടുള്ളൂ. കാരണം ഈഥേലിലെ E ആണ് എമ്മിനേക്കാളും മുന്നിൽ വരിക നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ മീഥേൽ എഴുതി. മീഥേൽ അങ്ങനെ ചുമ്മാ എഴുതിയാൽ പോരാ. മീഥേൽ എത്ര ഉണ്ട്? ഇവിടെ 2 ഉണ്ട്. അപ്പോൾ നമ്മൾ ഡൈ എന്ന് കൂടി ചേർക്കണം. അപ്പോൾ ഡൈ മീഥേൽ. ഇനി അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളതിൻ്റെ പൊസിഷൻ പറയണം. ഏതൊക്കെ പൊസിഷനാണുള്ളത്? 2-ലുണ്ട്, പിന്നെ എവിടെയാണ്? 4-ൽ. അപ്പോൾ നമ്മൾ പറയണം 2,4 എന്നിട്ടൊരു ഹൈഫൻ ഇടണം. ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രമേ പേരായോ? ഇല്ല. കാരണം എന്ത് പറയണം? ഈഥേൽ പറയണം. വീണ്ടും ഒരു ഹൈഫൻ ഇട്ടിട്ട് നമ്മളിവിടെ എന്ത് പറയും? ഈഥാൽ. ഈഥാൽ. ഇനി ഈഥേൽ വെറുതെ പറഞ്ഞാൽ മതിയോ? ഇല്ല. ഈഥേലിൻ്റെ പൊസിഷൻ പറയണം. അതെന്താണ്? 3. സോ ദ നെയിം ഈസ് 3-ethyl 2,4 dimethyl pentane. Clear? So 3-ethyl 2,4 dimethyl pentane. Clear? ഒന്നുകൂടി പറയാം, ഇതാണ് നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെൻറ്റ് 5 കാർബണുള്ളത്, സിംഗിൾ ബോണ്ടുള്ളതുകൊണ്ട് ANE. ഓക്കെ, ഇനി ഇവിടെ മീഥേൽ 2 വന്നു. അപ്പോൾ നമ്മൾ എന്താണ്? ഡൈമീഥേൽ. അതിൻ്റെ 2ൻ്റെ പൊസിഷൻ, രണ്ടാമത്തേലും നാലാമത്തേലും പൊസിഷൻ പറയും. 2 പൊസിഷൻ ഒരുമിച്ച് പറയുമ്പോൾ കോമിട്ട് പറയണം. ഒരു സംഖ്യയും ഒരു വേർഡും വരുമ്പോൾ ഇടയ്ക്ക് ഹൈഫൻ വേണം. ഇനി ഈഥേൽ എന്നൊരു ബ്രാഞ്ച് ഉണ്ട്. മീഥേൽ ഈഥേലും വന്നാൽ ആദ്യം വരുന്നത് ആരാണ്? ഈഥേൽ. അപ്പോൾ ഈഥേൽ നമ്മൾ എഴുതി. എന്നിട്ട് ഈഥേലിൻ്റെ പൊസിഷൻ മൂന്നാമത്തെ കാർബൺ ഹൈഫൻ വേണം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഡ്രോ സം സിമ്പിൾ ആൽക്കെയിൻസ്. ഇവിടെ ഞാനൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് തരും, നിങ്ങളത് വരയ്ക്കണം. ഇപ്പോൾ ഈ പേര് കണ്ടു, ഇതിന് സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കും? ആദ്യം നോക്കേണ്ടത് വേർഡ് റൂട്ട്. പെൻറ്റേൻ. പെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ. 1, 2, 3, 4, 5. ക്ലിയർ? ANE ആണ്, അതുകൊണ്ട് സിംഗിൾ ബോണ്ട്. അടുത്തത് മീഥൈൽ. മീഥേൽ എന്താണ്? CH3. അതാണ് മീഥേൽ. ക്ലിയർ? അത് എത്രാമത്തെ കാർബണിൽ? 2ാമത്തെ കാർബണിൽ. CH3 കഴിഞ്ഞു. ഇവിടെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. ഇവിടെ H3 3 ഹൈഡ്രജൻ, കാരണം ഒരു ബോണ്ടേ ഇങ്ങോട്ടുള്ളൂ. ഇവിടെ 1, 2, 3 ബോണ്ടായി. കാർബണിന് 4 ബോണ്ട് വേണം. ഇവിടെ ഒരു ഹൈഡ്രജനെ ഇനി വന്ന് ചേരാൻ സ്ഥലമുള്ളൂ. ഈ കാർബണിനെ സംബന്ധിച്ച് 2 ബോണ്ട് ഓൾറെഡി ആയി, പിന്നെ 2 ഹൈഡ്രജൻ കൂടി വരും. ഈ കാർബണിനെ സംബന്ധിച്ച് 2 ബോണ്ട് ഓൾറെഡി ആയി, ഇനി 2 ഹൈഡ്രജൻ കൂടി വരും. ഈ കാർബണിനെ സംബന്ധിച്ച് 1 ബോണ്ട് ഓൾറെഡി ആയി, ഇനി 3 ഹൈഡ്രജൻ വരും. മൊത്തം 4 ബോണ്ട് വേണം. ക്ലിയർ? സോ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ 3-ethyl hexane. അപ്പോൾ ഇവിടെ ഹെക്സ് എന്ന് പറയുന്നത് എന്താണ്? 6 കാർബൺ. 1, 2, 3, 4, 5, 6. 3-ethyl മൂന്നാമത്തെ കാർബണിലാണ് ഈഥൈൽ. എന്താണ് ഈഥൈൽ എന്ന് പറഞ്ഞാൽ? ഈഥൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2CH3 ഉണ്ടോ? അല്ലെങ്കിൽ CH3CH2. അതായത് ഈഥൈലിൽ നിന്നും ഒരു ഹൈഡ്രജൻ കുറവ്. നമ്മളിവിടെ എന്ത് എഴുതണം? CH2CH3 എഴുതണം. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രാഞ്ച് ഈഥൈൽ. ഇനി നമ്മൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഹൈഡ്രജൻ ഫില്ല് ചെയ്യാൻ എളുപ്പമല്ലേ? കാർബൺ ഇവിടെ 1 ബോണ്ടേ ഉള്ളൂ, അപ്പോൾ 3 ഹൈഡ്രജൻ. ഈ കാർബൺ 2 ബോണ്ടായി, അപ്പോൾ 2 ഹൈഡ്രജൻ. ഈ കാർബണിന് 1, 2, 3 ബോണ്ടായി, പിന്നെ 1 ഹൈഡ്രജൻ. ഈ കാർബൺ 2 ബോണ്ടായി, പിന്നെ 2 ഹൈഡ്രജൻ. ഈ കാർബൺ 2 ബോണ്ടായി, 2 ഹൈഡ്രജൻ. ഈ കാർബൺ 1 ബോണ്ടേ ഉള്ളൂ, പിന്നെ 3 ഹൈഡ്രജൻ. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ 2,2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. ഇതിൻ്റെ സ്ട്രക്ചർ ഓർക്കണം. അപ്പോൾ ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കാർബൺ ആണ്. എത്ര കാർബൺ? കാർബൺ 4 അല്ലേ? നമ്മളത് ആദ്യം വരയ്ക്കാം. 1,
2 3 4. ബ്യൂട്ടേൻ സിംഗിൾ ബോണ്ട്. ഓക്കെ. ദെൻ മീഥൈൽ, ഡൈമീഥൈൽ എന്ന് പറയാൻ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. മീഥൈൽ ഗ്രൂപ്പ് എന്താണ്? CH3. അത് രണ്ടാമത്തേലും പിന്നത്തും രണ്ടാമത്തെ തന്നെ. അപ്പോൾ ഇവിടെ ആദ്യത്തെ CH3, രണ്ടാമത്തെ ആൾ അവിടെ തന്നെയാണ്, ഉണ്ടോ? CH3. അതാണ് 2,2 എന്ന് തന്നെ വരുന്നത്. ഓക്കെ. ഇത് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഹൈഡ്രജൻ ഇവിടെ എന്താണ്? CH3. ഈ കാർബണിന് 4 ബോണ്ട് ഓൾറെഡി ഇവിടെ ഹൈഡ്രജൻ ഫില്ല് ചെയ്തത്. ഇനി ഇവിടെ H2, ഇവിടെ H3. ഓക്കെ, ക്ലിയർ? അനദർ എക്സാമ്പിൾ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർബൺ, 1 2 3 4. അതിനത് മീഥൈൽ 2 എണ്ണം. അത് എവിടേക്കാണ്? ഒന്ന് രണ്ടാമത്തെ കാർബണിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം CH3. പിന്നെ വരുന്നത് മൂന്നാമത്തെ കാർബൺ. അപ്പോൾ ഇവിടെ CH3. നമ്മൾ ഇവിടെ നിന്നാണ് നമ്പർ ഇടുകയാണെങ്കിൽ, അവിടെ നിന്ന് നമ്പർ ഇട്ടാൽ ഇങ്ങനെ വരും, കണ്ടോ? ശരിയല്ലേ? ഇവിടെ ഹൈഡ്രജന് ഫില്ല് ചെയ്യണം. CH3. ഇവിടെ 1 2 3 ബോണ്ടായി, പിന്നെ ഒരു CH. ഇവിടെ 1 2 3 ബോണ്ടായി, പിന്നെ ഒരു CH. ഇവിടെ CH3. So this is the structure. Clear? Okay. Please visit part 5 for more. ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ, അതുപോലെ ആൽക്കഹോൾ, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് പേരിടുന്നതെന്ന് പഠിക്കും. സോ പ്ലീസ് വിസിറ്റ് part 5 for more information on organic chemistry, naming and isomerism. Thank you. Please subscribe to our YouTube channel for new updated videos, and please like and share our videos. Okay, thank you once again.